ഒരിക്കൽ അമേരിക്കയിലെ ഒരു കർഷകനോട് തന്റെ ഗുരു ഉപദേശിക്കുകയുണ്ടായി, നിനക്ക് നിന്റെ കൈവിരലോളം വജ്രം സ്വന്തമായി ഉണ്ടായാൽ ഈ നഗരം നിനക്ക് സ്വന്തമാക്കാം. നിന്റെ കൈമുഷ്ടിയോളം വജ്രം നിനക്ക് സ്വന്തമായി ഉണ്ടായാൽ ഈ രാജ്യം തന്നെ നിനക്ക് സ്വന്തമാക്കാം. അങ്ങനെ അദ്ദേഹം പിറ്റേ ദിവസം തന്നെ തന്റെ ഭൂമിയെല്ലാം വിറ്റ് ആ പണം ഭാര്യയെ ഏൽപ്പിച്ചു, ഞാൻ തിരിച്ചു വരുന്നത് വരെയുള്ള ചിലവിനായിട്ട്. അങ്ങനെ അദ്ദേഹം ആഫ്രിക്ക മുഴുവനും സഞ്ചരിച്ചു. അതിനുശേഷം യൂറോപ്പിലേക്ക് പോയി. ഈ സമയമായപ്പോഴേക്കും അദ്ദേഹം വല്ലാതെ ക്ഷീണിതനായിരുന്നു. മാനസികമായും ശാരീരികമായും അദ്ദേഹം തളർന്നിരുന്നു. ഇത്രയേറെ യാത്ര ചെയ്തിട്ടും ഇത്രയേറെ കഷ്ടപ്പെട്ടിട്ടും എനിക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞില്ലല്ലോ ആ വജ്രം എന്ന് ആലോചിച്ചിട്ട് നാട്ടിലേക്ക് തിരിച്ചു പോയാലോ എന്ന് ആലോചിച്ചു. പക്ഷേ നാട്ടിലാകെ ഉണ്ടായിരുന്ന സ്വത്തും കൃഷിസ്ഥലവും എല്ലാം വിറ്റ് കഴിഞ്ഞിരുന്നു. അങ്ങനെ അദ്ദേഹം നിരാശ മൂത്ത് ബാഴ്സലോണിയ നദിയിൽ ആത്മഹത്യ ചെയ്തു. അതിനിടയിൽ അദ്ദേഹം വിറ്റ ഭൂമി വാങ്ങിയ ആള് ആ കൃഷിസ്ഥലത്തെ നെഞ്ചോട് ചേർത്തു. അതിനു വേണ്ടിയിട്ട് ആ സമയം മുഴുവനും അദ്ദേഹം അതിൽ ചിലവഴിച്ചുകൊണ്ടേയിരുന്നു. അപ്പോഴാണ് ഒരു ദിവസം തന്റെ അരുവിയിൽ എന്തോ തിളങ്ങുന്ന ഒരു കല്ല് അദ്ദേഹം കണ്ടു. വളരെ ഇഷ്ടത്തോടുകൂടി അദ്ദേഹം അത് തന്റെ സ്വീകരണ മുറിയിൽ കൊണ്ടുവച്ചു. പിറ്റേ അടുത്ത ദിവസങ്ങളിലുമായിട്ടും 2 3 ഒക്കെ ആയിട്ട് അദ്ദേഹത്തിന് ഇങ്ങനെ ഈ തിളക്കമുള്ള ഒരു കല്ല് കാണുകയും അത് സ്വീകരണ മുറിയിൽ എത്തുകയും ചെയ്തു. അങ്ങനെ ഒരു ദിവസം ഈ ഗുരു അദ്ദേഹത്തിന്റെ വീട്ടിൽ വന്നു. അദ്ദേഹം ചോദിച്ചു, എന്താണ് തിളങ്ങുന്ന ഈ ഒരു വസ്തു, ഈ കല്ല് നിനക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? അദ്ദേഹം പറഞ്ഞു, അരുവിയിൽ നിന്നാണെന്ന്. അങ്ങനെ അദ്ദേഹം അത് പരിശോധിക്കുകയും പിന്നീട് അത് മനസ്സിലാകുന്നത് അത് വജ്രമായിരുന്നു എന്ന്. നമ്മൾ പലപ്പോഴും നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള, അല്ലെങ്കിൽ നമ്മൾക്ക് സ്വന്തമായുള്ള സന്തോഷമോ സമാധാനമോ അല്ലെങ്കിൽ നമ്മുടെ കഴിവുകളോ ഒന്നും മനസ്സിലാക്കാതെ നമ്മൾ ലോകം മുഴുവൻ അന്വേഷിക്കുകയാണ്. മറ്റൊരാൾ നമ്മളെ സന്തോഷിപ്പിക്കുമെന്നോ അല്ലെങ്കിൽ മറ്റൊരാൾ നമ്മളെ സമാധാനിപ്പിക്കുമെന്നോ ഇല്ല. നമ്മുടെ ഉള്ളിലുള്ളതിനെ നാം തന്നെ കണ്ടെത്തണം.